ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫൂസ് വേൾഡ്. അപ്പോൾ അതാണ്ട് നമ്മുടെ വലിയ മീൻ അമൂർ ഇവിടെ നമ്മൾ ഓവണിനകത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ നമ്മുടെ എന്താ പറയുക, വരാൽ, കരിമീൻ അതൊക്കെ ഇവിടെ സെറ്റാകുന്നുണ്ട്. പിന്നെ ഇതേ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ഗൈസ്, നമ്മൾ കുട്ടനാട് പോയിട്ട് വന്നിട്ടുള്ള പരിപാടിയാണ് ഇടുക. അതാണ് നമ്മളിപ്പോൾ വന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ഇത്രയും വീഡിയോ ഉള്ളപ്പോൾ അതാണ്ട് ഗൈസ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല ഗൈസ്. ഇത് ഇന്ന് രാവിലെ പോയി മേടിച്ച മീനാണ്. കൊച്ചാ പോയി അടിപൊളി ആണ്. ഇത് കണ്ടിട്ട് തന്നെ കൊതിയാണ്. അതിൻ്റെ വാലൊക്കെ കണ്ടു, നല്ല ഇതായിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഉണ്ട്. അത് അടിപൊളി സാധനം. പിന്നെ വരാലുണ്ട്, അതുപോലെ തന്നെ അമൂർ. എല്ലാവരും വെയിറ്റിങ് അമൂറ് തിന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ദാണ്ട് അമൂറാണ് നമ്മളെടുത്ത് ഇങ്ങോട്ട് വെച്ചിരിക്കുന്നത്. ഇത് കൊച്ചാജി കൊണ്ടുവന്ന മീനാണ്. പക്ഷെ ഞാൻ ഇത് ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് തോന്നി, പിന്നെ മനസ്സിലായി ഇത് അമൂറാന്ന്. അപ്പോൾ ദാണ്ടെ കൊച്ചാജി ആ മീനും അതുപോലെ തന്നെ എന്താ 2-3 കപ്പ കഷ്ണം എടുത്തിട്ടിട്ടുണ്ട്. എല്ലാവരും ഇവിടുന്ന് കൈയിട്ട് തുടങ്ങി ഗൈസ്. നമ്മുടെ വലിയ ചരുവത്തിൻ്റെ അടപ്പിനകത്തോട്ട് വാഴയില ഇട്ടിട്ട് അതിനകത്ത് വെച്ച് എന്താ പറയുക, നമ്മൾ ഈ രാത്രിയൊക്കെ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു വൈബ് അതൊന്ന് വേറെയാണ്. അടിപൊളി. അങ്ങനെ ഞങ്ങൾ വെളിയിൽ വന്നിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ സാധനം എല്ലാം എടുത്ത് വെച്ച് അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിയുമ്പം അതായത് ഇത് വേവിച്ച് ആ ട്രേ വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ആ മസാല മുക്കി തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ കപ്പയാണ് നമ്മുടെ സൈഡ് ഡിഷ് എന്ന് പറയുന്നത്. അത് സൈഡ് മാത്രമായിരുന്നു, കാരണം എല്ലാവരും മീൻ തന്നെ ആയിരുന്നു തിന്നത്. അപ്പോൾ ഗൈസ് കണ്ടോ, അത് എന്താ പറയുക, കണ്ടിട്ട് സഹിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റാപ്പി അപ്പോൾ മറ്റാപ്പിയും പോകാനൊരുങ്ങേണ്ടി ഞങ്ങൾ പിടിച്ച് നിർത്തിയതാണ്. പിന്നെ നാരങ്ങയൊക്കെ അതിൻ്റെ പുറത്തോട്ട് പിഴിഞ്ഞൊഴിക്കാനൊക്കെ പോകുന്നുണ്ട്. പിന്നെ കൊച്ചാപ്പ ടേസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മീൻ്റെ ആൾ കൊച്ചാ തന്നെയാണ്, വേറെ ആരും തന്നെയല്ല. അപ്പോൾ കപ്പയൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ട്. എന്താണ്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഗൈസ്, ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ, കപ്പ നമ്മുടെ വീട്ടിൽ പിടിച്ച കപ്പയാണ് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഗൈസ് ദാണ്ട് നാരങ്ങ കൊച്ചെടുത്ത് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. കപ്പ നമ്മുടെ വീട്ടിൽ പിടിച്ചതാണ്. നല്ല സോഫ്റ്റ് കപ്പ. എനിക്കിങ്ങനെ ഒരുമാതിരി മരം പോലെ ഇരിക്കുന്ന കപ്പയൊന്നും ഞാൻ തിന്നാറില്ല. നല്ല എന്താ പറയുക, നമ്മൾ കപ്പയെ തൊടുമ്പോൾ തന്നെ കിഴിഞ്ഞ് പോകുന്ന ബിളബിളാന്നിരിക്കുന്ന കപ്പ. ഞാൻ അങ്ങനെ പറയുന്നത്, ബിളബിളാന്നിരിക്കുന്ന പയറും ബിളബിളാന്നിരിക്കുന്ന കപ്പയും. അപ്പോൾ അത്തരം കപ്പയാണ്. അപ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ അതാണ്ട് കൊച്ച നാരങ്ങ നീര് ഒഴിക്കുന്നു. എനിക്ക് ഈ മീൻ ദാണ്ട് ഞാൻ പിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. കണ്ടോ, കണ്ടിട്ടിപ്പോൾ സഹിക്കുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഇത്രയും കഴിക്കാൻ പറ്റില്ല, കാരണം വയറ് പറഞ്ഞു എന്നൊരു ഫീലാണ്. പക്ഷേ ഇത് പിന്നിരുന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ, വല്ലാത്ത അവസ്ഥയാണ്. ആ ടേസ്റ്റ് കൂടി ഓർമ്മ വരുമ്പോഴത്തേക്കും സഹിക്കാൻ പറ്റത്തില്ല ഗൈസ്. അങ്ങനെ മീമിയും കുഞ്ഞു ആലിയൊക്കെ ഇവിടെ തീറ്റയൊക്കെ തുടങ്ങി. പിന്നെ നമ്മുടെ അദീമ കിടന്ന് ഉറക്കമാണ്. ഇല്ലേ, ഇതിൻ്റെ ഇടയ്ക്കൂടി മീൻ്റെ കൂടെ അവളും വേണമെങ്കിൽ കയറി ഇരുന്നേനെ. അപ്പോൾ അദീമ ഭയങ്കര ഉറക്കം, നല്ല ഉറക്കമാണ്. പിന്നെ മറ്റാപ്പി അവിടെ ഇരുന്നു. പിന്നെ നിക്കൂച്ചൻ താണ്ട കപ്പ എടുത്ത്. നിക്കൂച്ചൻ പിന്നെ ഈ മീനൊന്നും കൂട്ടാതെ കൊണ്ട് ആ വലിയ മീൻ, അതായത് നമ്മളാ പൊള്ളിച്ച മീൻ മാത്രമേ നിക്കൂച്ചൻ കൂട്ടുകയുള്ളൂ. ബാക്കിയൊന്നും നിക്കൂച്ചൻ കൂട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിക്കൂച്ചന് ആ മീനാണ്. ബാക്കി നമ്മൾ മറ്റും തോട്ടുമീൻ കൂട്ടത്തില്ല, മറ്റാപ്പിയും കൂട്ടത്തില്ല. കുഞ്ഞു ഇന്ന് കൂട്ടില്ല. നോർമലി കുഞ്ഞു കൂട്ടുന്നതാണ് 3-4 മീനൊക്കെ. പിന്നെ ഞാനും ആലിയും കൊച്ചായും മീമിയുമാണ് എല്ലാം തിന്നുന്ന വ്യക്തികൾ. ഞങ്ങൾക്കങ്ങനെ എന്താ പറയുക, വേറെ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ എല്ലാവരെയും കഴിക്കാറുണ്ട്. മീനെല്ലാം കഴിക്കാറുണ്ട്. അങ്ങനെ താണ്ട് നമ്മൾ തിന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മീനിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, കൊച്ച അതിൻ്റെ മുള്ളിൻ്റെ അടയ്ക്കൂന്നൊക്കെ തോണ്ടിയൊക്കെയാണ് എടുക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ഹാപ്പിയാണ്. ഞങ്ങളെല്ലാവരും തിന്നും. എന്താ പറയുക, ഇത് ഒരു വൈബ്. അതായത് ഒന്ന് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫാമിലി മെമ്പേഴ്സുമായിട്ടിരുന്ന് കഴിക്കുന്നതിൻ്റെ വൈബ്. രണ്ടാമത്തത് നമ്മൾ ഈ വെളിയിലിരുന്ന് കഴിക്കുന്നതുണ്ടല്ലോ, പ്രത്യേകിച്ച് താഴെ ഇരുന്ന് കഴിക്കുന്നത് അതൊരു സ്പെഷ്യൽ തന്നെ. അതായത് നമ്മൾ ഫാന് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. നല്ല വെളിയിലത്തെ തണുത്ത കാറ്റ്, അതായത് ഈ ഒരു 9:30-10 മണിയാകുമ്പോൾ നമ്മൾ വെളിയിലിരുന്നിട്ട് ആ തണുത്ത കാറ്റ് ഇങ്ങോട്ട് അടിക്കുമ്പോൾ ആ ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെയാണ് ഗൈസ്. താണ്ട് ആലി മീനൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. അത് എന്താ പറയുക, നല്ല രുചിയായിരുന്നു.
അങ്ങനെ താണ്ടേ നമ്മുടെ പാത്രം എല്ലാം കംപ്ലീറ്റ് ആക്കി ഞങ്ങൾ. പിന്നെ ഈ മീനും അടിപൊളിയായിരുന്നു ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ കൊച്ച രാവിലെ പോയി മേടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട അതാണ്. നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ടേസ്റ്റ്, അതായത് നമ്മൾ നല്ല ടേസ്റ്റ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, അമ്മാതിരി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഗൈസ് എല്ലാവരും അതാണ്ട് തിന്നൊക്കെ കഴിഞ്ഞ് പിന്നെ ഉള്ളിയൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. താണ്ട ഇങ്ങനെ തിന്നിരിക്കുന്നു. എല്ലാവരുടെയും മുക്കി, എൻ്റെയും നിക്കൂച്ചൻ്റെയും മുക്കിന്ന് മൈന്നൊക്കെ പൊന്നി ചേർക്കുകയാണ്. മറ്റേ ഈ കൂട്ടത്തിൽ എരിവ് ഏറ്റവും പേടിയുള്ള 3 വ്യക്തികളാണ് ഞാനും നിക്കൂച്ചൻ. അതുപോലെ കൊച്ചാച്ചിക്ക് ചെറിയ പേടിയുണ്ടെന്ന് തോന്നുന്നു, വലിയ ഇതില്ല. കൊച്ചാച്ചി എരിവ് തിന്നാറുണ്ട്. ഞാനാണ് കൂട്ടത്തിൽ എരിവ് തൊടാത്ത ആൾ. പക്ഷേ ആലി അങ്ങനെയല്ല, അവൾ നേരെ ഓപ്പോസിറ്റ്. അവൾ നല്ലോണം എരിവ് കഴിക്കും. എനിക്ക് പക്ഷേ ഒന്നും പറ്റത്തില്ല. അതാണ്ട് ആലി മുള്ളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതാണിപ്പോൾ അവസ്ഥ. മുള്ളല്ല ഗൈസ്, ഇത് വാലാണ്. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, അതായത് നമ്മുടെ ഹോൾ ഫാമിലിയുമായിട്ട് ഇന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്. അത് നമ്മുടെ ലൈഫിൽ പിന്നെ നമുക്ക് ഓർക്കാനും സന്തോഷിക്കാനും ഒക്കെ അതൊക്കെ മാത്രമേ ഉള്ളൂ. കാരണം നമ്മളിങ്ങനെ പിണങ്ങി വഴക്കിട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെ വേണ്ട അവർ പോവാനിറങ്ങി. ഇല്ലേ